നമസ്കാരം. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലും ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, രക്ഷിതാക്കളും കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ നിലവിൽ 2-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നു കഴിയുമ്പോൾ കമ്മ്യൂണിറ്റി റിസർവേഷനിലും റിസർവേഷനിലും പെടുന്ന 70,000-ഓളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന നമുക്ക് റിപ്പോർട്ടുകൾ. അപ്പോൾ 70,000-ഓളം സീറ്റുകളിൽ വേണ്ടത്ര അപേക്ഷകരില്ല. അപ്പോൾ അത് ജാതി സംവരണം ഉള്ള വിഭാഗത്തിലും EWS സെക്ഷനിലും SC/ST വിഭാഗത്തിലുമാണ് പ്രധാനമായിട്ടും ഈ ഒഴിവുകൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ 70,000-ഓളം ഒഴിവുകൾ, അതിൽ 70,000-ൻ്റെ ഒരു സെക്ഷൻ 10-ാം തീയതിത്തെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും, വേറൊരു സെക്ഷൻ 17-ൻ്റെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒഴിവുകൾ ഞാൻ പറയാം. നമുക്കറിയാം, ഞാൻ ഈ കമ്മ്യൂണിറ്റി റിസർവേഷനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയട്ടെ. നമുക്കറിയാം, ഈ ഗവൺമെൻറ് സ്കൂളിൽ ഓപ്പൺ മെറിറ്റ് എന്ന് പറയുന്നത് വെറും 42% മാത്രമാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ. എന്നാൽ സാധാരണ എയ്ഡഡ് സ്കൂളുകളിൽ, അതായത് എയ്ഡഡ് സ്കൂൾ ജനറൽ എന്ന് പറയുന്നതിൽ 60% ഓപ്പൺ മെറിറ്റാണ്. എന്നാൽ എയ്ഡഡ്, പിന്നോക്കം, മൈനോറിറ്റി 3-4 കാറ്റഗറി ഉണ്ടല്ലോ. നമ്മൾ ഗവൺമെൻറ് സ്കൂള്, എയ്ഡഡ് ജനറൽ, എയ്ഡഡ് മൈനോറിറ്റി, എയ്ഡഡ് ബാക്ക്വേർഡ്, ഇത്രയും ടൈപ്പ് സ്കൂളുകളാണ് നമുക്കുള്ളത്. പിന്നെ അൺഎയ്ഡഡ് ഉള്ളത്. അപ്പോൾ എയ്ഡഡ് മൈനോറിറ്റിയിലും എയ്ഡഡ് ബാക്ക്വേർഡിലും 40% മാത്രമേ മെറിറ്റുള്ളൂ. ഇത് നമുക്ക് പലർക്കും അറിയാത്ത കാര്യമാണ്. ഈ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ, എല്ലാ എയ്ഡഡ് സ്കൂളിലും SC-ക്കും ST-ക്കും മാത്രമേ റിസർവേഷനുള്ളൂ. അതും നമ്മൾ അറിയും. എന്നാൽ ഗവൺമെൻറ് സ്കൂളിൽ SC, ST, ഈഴവയ്ക്ക് 8% ഉണ്ട്, മുസ്ലിമിന് 7% ഉണ്ട്. എല്ലാ തരം ജാതി വിഭാഗങ്ങൾക്കും 1%, 2%, 3% ഇങ്ങനെ റിസർവേഷനുണ്ട്. ഗവൺമെൻറ് സ്കൂളിൽ മാത്രമേ EWS-ന് റിസർവേഷനുള്ളൂ. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് സ്കൂളിൽ മാത്രമേ റിസർവേഷനുള്ളൂ, എയ്ഡഡ് സ്കൂളിലില്ല. അപ്പോൾ എയ്ഡഡിൽ ജനറലിലാണ്, എയ്ഡഡ് ജനറലിൽ 60% ഓപ്പൺ മെറിറ്റ്, 20% മാനേജ്മെൻറ്റ് കോട്ട, 12% SC, 8% ST, 100% ആയില്ലേ. എന്നാൽ എയ്ഡഡ് പിന്നോക്കം, എയ്ഡഡ് മൈനോറിറ്റി എന്നിങ്ങനെ ന്യൂനപക്ഷ മാനേജ്മെൻറ്റുകളും പിന്നോക്ക മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് ജനറൽ ഓപ്പൺ മെറിറ്റ് 40%, SC 12%, ST 8%, പിന്നെ മാനേജ്മെൻറ്റ് കോട്ട 20%, കമ്മ്യൂണിറ്റി കോട്ട 20%. അങ്ങനെയാണ് പോകുന്നത്. ഇത് നമ്മൾ അപ്പോൾ ഈ എയ്ഡഡിലും ജനറലും മൈനോറിറ്റിയിലും എയ്ഡഡിലും SC-ക്കും ST-ക്കും അല്ലാതെ വേറൊരു ജാതിക്കും സംവരണമില്ല. EWS-നും എയ്ഡഡ് സ്കൂളിൽ സംവരണമില്ല. എന്നാൽ ഗവൺമെൻറ് സ്കൂളുകളിൽ എല്ലാ തരം ജാതി വിഭാഗങ്ങൾക്കും സംവരണം ഉണ്ട്, റിസർവേഷനുണ്ട്. EWS-ന് റിസർവേഷനുണ്ട്, SC, ST-ക്ക് റിസർവേഷനുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലെ റിസർവേഷൻ ഒരു മൊത്തം പറയാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ 42% ഓപ്പൺ മെറിറ്റ്, 12% SC, 8% ST. അപ്പോൾ തന്നെ 60-ആയി. ഇനി ഈഴവ 8%, മുസ്ലിം 7%, OEC ക്രിസ്ത്യൻ, അങ്ങനെ എല്ലാ കാറ്റഗറിക്കലായിട്ടുള്ള ആൾക്കാർക്കും 1-2% ഉണ്ട്. പിന്നെ ഭിന്നശേഷി വിഭാഗത്തിന് 3% ഉണ്ട്. EWS-ന് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ 10% ഉണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലാണുള്ളത്. അത് മനസ്സിലാക്കുക. ഒരു എയ്ഡഡ് സ്കൂളിലും SC, ST-ക്കും അല്ലാതെ വേറെ ഒരാൾക്കും, EWS-നും ഇല്ല, ഭിന്നശേഷിയും ഇല്ല, വേറൊരു കമ്മ്യൂണിറ്റിക്കും അവിടെ റിസർവേഷൻ ഇല്ല എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെ അതിൻ്റെ ഒരു പോക്ക്. ഇനി നമ്മൾ എവിടെയാണ് ഈ വേക്കൻസി നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഇവിടെ STക്ക് ട്രൈബിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽ സംസ്ഥാനത്ത് 27,117 ഒഴിവുകൾ ബാക്കി കിടക്കുകയാണ്. ആ ഒഴിവുകൾ 10-ാം തീയതിത്തെ അലോട്ട്മെൻറ്റിൽ വരും. SC വിഭാഗത്തിൽ 14,226 ഒഴിവുകൾ കിടക്കുകയാണ്. ലാറ്റിൻ വിഭാഗത്തിൽ 3,745 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭിന്നശേഷി വിഭാഗത്തിൽ 3,532 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ധീവര വിഭാഗത്തിൽ 2,448 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കുടുംബി വിഭാഗത്തിൽ 2,158 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കുശവ വിഭാഗത്തിൽ 1,579 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാഴ്ചപരിമിതിയുള്ളവർക്ക് 977 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഈ സീറ്റുകളൊക്കെ ജൂൺ 10-ന്റെ അലോട്ട്മെൻറ്റിൽ വരും. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഈ സീറ്റുകളൊക്കെ ജാതി സംവരണത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ ആദ്യം മറ്റ് സമുദായങ്ങൾക്കാണ് കൊടുക്കുന്നത്. മുസ്ലിം ഈഴ പോലെയുള്ള മറ്റ് സമുദായങ്ങൾക്ക് കറക്റ്റ് പേഴ്സൻറ്റേജ് അടിസ്ഥാനത്തിൽ, ശതമാന അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊടുക്കുക. അവിടെയും ആകാതെ വരുന്ന ബാക്കിയുള്ള കുട്ടികളെ ഓപ്പൺ മെറിറ്റിലേക്ക് ഈ സീറ്റുകൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാൻ കാരണം? ഒരു റിസർവേഷൻ സീറ്റിൽ ആദ്യത്തെ റൗണ്ടിൽ വേറെ ഒരാളെ ഓപ്പൺ മെറിറ്റിലൊന്നും പോസ്റ്റ് ചെയ്യില്ല. ഒഴിഞ്ഞു കിടക്കാൻ കാരണം ഈ കാറ്റഗറിയിൽ വേണ്ടത്ര അപേക്ഷകരില്ല. സംസ്ഥാന ഒട്ടുക്കുള്ള കാര്യമാണ് പറയുന്നത്. വേണ്ടത്ര അപേക്ഷകരില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ചില സ്കൂളുകൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ, പ്രത്യേകമായിട്ട് എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ 1-2 ഒഴിവുകൾ മാത്രമേ ഉണ്ടാവൂ. ചില സ്ഥലത്ത് ആ 1-2 അതിന് 10, 20, 25 ഒഴിവുകൾ കിടക്കാം. ഈ സംസ്ഥാനത്തെ മൊത്തം കണക്കാണ് ഞാൻ പറഞ്ഞത്. ആ ഒഴിവുകളിലേക്ക് മറ്റ് കമ്മ്യൂണിറ്റികളിൽ നിന്ന് കുട്ടികൾ കയറി വരും. നിങ്ങൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും 10-ാമത്തെ ഓപ്ഷനിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുമെന്ന കാര്യവും നമ്മൾ തിരിച്ചറിയുക. ഇനി EWSൽ 11,595 ഒഴിവുകളുണ്ട് EWSൽ ബാക്കി കിടക്കുന്ന സംസ്ഥാനത്ത് ഗവൺമെൻറ് സ്കൂളുകളിൽ. ആ 11,595 ഒഴിവുകൾ നികത്തുന്നത് 16-ാം തീയതി അലോട്ട്മെൻറ്റിലാണ്. അത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം. അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. EWS ഒഴിഞ്ഞു കിടക്കുന്ന EWS സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നത് ജൂൺ 16-ന്റെ 3-ാമത്തെ അലോട്ട്മെൻറ്റിലാണ്. അപ്പം നിങ്ങൾ 16-ലും സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 10-ാം തീയതിയും 16-ാം തീയതിയും ഒരുപാട് സീറ്റുകൾ വരാനുണ്ട്. ഒരു ടെൻഷനും വേണ്ട, എല്ലാ കുട്ടികൾക്കും കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പോൾ 5-ൽ കിടക്കുന്നയാൾ 2-ലേക്കും 1-ലേക്കും കയറി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് കൂടാതെ നമ്മൾ ഈ കാണുന്ന ഒന്നല്ല. ഇപ്പം നമ്മൾ സംസ്ഥാനത്തെ മൊത്തം ചരിത്രം പറയുമ്പോൾ 4,60,000-ഓളം അപ്ലിക്കൻസും ഉണ്ട്, 4,40,000-ഓളം സീറ്റുകളും ഉണ്ട്, 20,000 എണ്ണം ഗ്യാപ്പ് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കുട്ടികൾ തന്നെ പല ജില്ലയിൽ കൊടുത്തവരുണ്ട്. അങ്ങനെ 4,60,000-ലേക്ക് വരുന്നത്. നമുക്കറിയാം SLC പാസ്സായ കുട്ടികൾ എന്ന് പറയുന്നത് 4,30,000 താഴെയാണ്. അപ്പോൾ ഈ ഉള്ള കുട്ടികളെക്കാൾ പിന്നെ ബാക്കി വരുന്ന കുറേ CBSE-ക്കാരും ICSE-ക്കാരുമാണ്. ഉള്ള കുട്ടികളെക്കാൾ അപ്ലിക്കൻസ് ഉണ്ട്. അത് പല ജില്ലകളിൽ കൊടുക്കുന്നത് കൊണ്ട് ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ചില കുട്ടികൾ എൻട്രൻസ് കോച്ചിങ്ങിനൂടെ പങ്കെടുക്കാൻ വേണ്ടി അൺഎയ്ഡഡ് സ്കൂളിലേക്ക് പോകും. ഇപ്പോൾ പാല, തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കേരളത്തിലെ എയ്ഡഡിലോ ഗവൺമെൻറ്റിലോ ഒന്നും കിട്ടണമെന്നില്ല. കിട്ടിയില്ലെങ്കിൽ അവർ അവിടെ അടുത്തുള്ള അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കും. അപ്പോൾ ആ ഒഴിവ് വരും. ചില കുട്ടികൾ പോളിടെക്നിക്കിൽ ചില SLC പാസ്സായവർക്കുള്ള കോഴ്സുകളിൽ അവർ ചേരും. ചില ആൾക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ചെയ്യും. ചിലർ ITIയിൽ ഒരുപാട് ട്രേഡുകളിലുള്ള ഒരു സെക്ഷനാണ് ITI സെക്ഷൻ. ഇലക്ട്രിക്കൽ, സർവേയിങ്, പ്ലംബിങ് എന്നൊക്കെ പറയുന്ന ഡ്രാഫ്റ്റ്സ് ആൻഡ് സിവിൽ ഒക്കെ ഒരുപാട് കോഴ്സുകളുണ്ട്. അതിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. പിന്നെ ITIയും ITCയും അത് രണ്ടിനും ഒന്ന് തന്നെയാണ്. പിന്നെ കുറേ കുട്ടികൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ സീറ്റ് മേടിച്ചിട്ടുണ്ടാവും. കുറേ കുട്ടികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് വാങ്ങിയിട്ടുണ്ടാവും. വളരെ കുറച്ച് കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയ കുട്ടികളുണ്ടാവും.
പിന്നെ ചില കുട്ടികൾ അഫ്സൽ ഉലുമ പോലെയുള്ള കോഴ്സുകൾ, പ്രൈമറിയിൽ ടീച്ചേഴ്സ് ആവാനുള്ള അഫ്സൽ ഉലുമ പോലെയുള്ള കോഴ്സുകൾ പോയ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ വഴിക്ക് പോയി കഴിയുമ്പോൾ അത്തരത്തിലും ഒരുപാട് ഒഴിവുകൾ നമ്മുടെ മെയിൻ സ്ട്രീമായിട്ടുള്ള +1 അഡ്മിഷൻ സെക്ഷനിൽ ഉണ്ടാവും. അതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികളും വളരെ കുറച്ച് കുട്ടികൾക്ക് പ്രവേശനം കിട്ടാത്ത കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് നമ്മൾ 16-ാം തീയതിക്ക് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഉള്ള ഒരു നിബന്ധന എന്താണെന്ന് വെച്ചാൽ ഈ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒഴിവുകളിലേക്ക് നമ്മൾ പ്രത്യേകം അപേക്ഷ കൊടുക്കണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. ഈ അപേക്ഷ 3 അലോട്ട്മെൻറ്റിന് വേണ്ടി മാത്രമാണ്. 2-ാം തീയതി, 10-ാം തീയതി, 16-ാം തീയതി കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത അപേക്ഷ കഴിഞ്ഞു. പിന്നെ കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാം? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കണം. അത് ആ സമയത്ത് വിശദാംശങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നിരവധി ലൈനുകളിലേക്ക് ഈ കേരളത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ പല ചാലുകളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ പല ചാലുകളിലൂടെ കടന്നു പോകുമ്പോൾ, പല സ്ഥലങ്ങളിൽ പ്രവേശനം നേടുമ്പോൾ, പല രീതിയിൽ പ്രവേശനം നേടുമ്പോൾ അവരുടെയൊക്കെ ഒഴിവുകൾ ഇവിടെ സാധാരണ +1 അഡ്മിഷന് ശ്രമിക്കുന്ന കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളതാണ് സത്യം. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിന് പ്രകാരം ഫൈനൽ കൺഫർമേഷൻ ഇപ്പോൾ കൊടുക്കാത്ത കുട്ടികൾക്കും നടത്താത്ത കുട്ടികൾക്കും പ്രവേശനം അനുവദിക്കും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇനി ഫൈനൽ എനിക്ക് കിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുകയൊന്നും വേണ്ട. എല്ലാവർക്കും താൽക്കാലിക പ്രവേശനം നേടുക. നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാം, ഒരു 80% ഇഷ്ടപ്പെട്ട സ്കൂളുകളെങ്കിലും കിട്ടാം എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. 10-ാം തീയതിയും 17-ാം തീയതി മാത്രം 16-ാം തീയതി 3-ാമത്തെ അലോട്ട്മെൻറ്റിന് മാത്രം EWSന് മാത്രം 12,000 ഒഴിവുണ്ട്. EWSന് മാത്രം സംസ്ഥാനത്ത് 12. അത് നികത്തുന്നത് 16-ാം തീയതി അലോട്ട്മെൻറ്റിലാണ്. നമ്മൾ ഈ ഓരോ അലോട്ട്മെൻറ്റിന് നമ്മൾ പോയി ചേർന്ന് കഴിഞ്ഞാൽ, നമ്മൾ ചേർന്നില്ലെങ്കിൽ അവിടെയുള്ള പ്രിൻസിപ്പൽ ഒരു +2 2-ാം തീയതിയിലെ അഡ്മിഷൻ കഴിയുമ്പോൾ ചില സ്കൂളിൽ 10 ഒഴിവ് ബാക്കി കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം പ്രിൻസിപ്പൽ ചേർന്ന് അപ്ലോഡ് ചെയ്യും. അതിന് ശേഷമാണ് ഈ ഒഴിവുകൾ നമ്മൾ നിശ്ചയിക്കപ്പെടുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന ഒരു നമുക്കിപ്പോൾ ഈ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നത് കാണുമ്പോൾ, അതാണ് ഇതിനകത്ത് മെയിനുള്ള ഒരു കാര്യം. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കാണുമ്പോൾ നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂടുമ്പോൾ അതൊരു വലിയ മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, കഴിയുന്നത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.